സ്തോത്രം. ഇന്നത്തെ വചനം ചിന്തിക്കുന്നത് യെരമ്യായുടെ പുസ്തകം 33 അധ്യായം 3 വാക്യം. ജെറമയ ചാപ്റ്റർ 33 വേഴ്സ് നമ്പർ 3. വചനം ഇങ്ങനെ പറയുന്നു: ആസ്ക് മീ ആൻഡ് ഐ വിൽ ടെൽ യു റിമാർക്കബിൾ സീക്രറ്റ്സ് യു ഡു നോട്ട് നോ അബൌട്ട് തിങ്സ് ടു കം. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് ചോദിക്കുവൻ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയും. നിങ്ങളോട് ഞാൻ പറയുന്നത് അത്ഭുതകരമായ രഹസ്യങ്ങൾ, നിങ്ങൾക്കറിയാൻ മേലാത്ത രഹസ്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. സകലതും അറിയുന്ന ദൈവം. വചനം പറയുന്നു, എബ്രായർ ലേഖനം പറയുന്നു, ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഹല്ലേലൂയ. ഇന്നലെയും ഇന്നും എന്നും അനന്യനായവൻ. ഹല്ലേലൂയ. ഈ നല്ല കർത്താവ്, സ്തോത്രം, നമ്മളുടെ ഇന്നലകളെയും നമ്മളുടെ ഇന്ന് നടക്കുന്നതിനെയും നമ്മുടെ നാളെ നടക്കാനിരിക്കുന്നതിനെയും ഒക്കെ അറിയുന്ന കർത്താവ്. യെരമ്യായുടെ പുസ്തകം പറയുന്നത്, നിങ്ങൾ എന്നോട് ചോദിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് അതിശയിപ്പിക്കുന്നവണ്ണം റിമാർക്കബിൾ സീക്രറ്റ്സ്, ഹല്ലേലൂയ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത, നിങ്ങൾ അതിശയിച്ചു പോകുന്ന, ആശ്ചര്യപ്പെട്ടു പോകുന്ന രഹസ്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയും. നിങ്ങളോട് ഞാൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. അപ്പം വരാനിരിക്കുന്ന ഭാവി അറിയണമെങ്കിൽ കൈ നോക്കണ്ട, മുഖലക്ഷണം നോക്കണ്ട, ജാതകം എഴുതണ്ട, ആരെങ്കിലും വിളിച്ച് പ്രശ്നം വെപ്പിക്കണ്ട, സ്തോത്രം, ഒരു ഓറക്കിളിൻ്റെ അടുത്ത് പോകണ്ട. ഹല്ലേലൂയ. ആരോടും ചെന്ന് എന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് ഇനിയും വരാനിരിക്കുന്ന സംഭവങ്ങളൊന്ന് പറഞ്ഞു എന്ന് പറയണ്ട. കർത്താവിനോട് നമ്മൾ തന്നെ ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവം നമ്മളോട് വരാനിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഹി ഈസ് എ റിവീലർ ഓഫ് ഓൾ സീക്രറ്റ്സ്. ഹല്ലേലൂയ. സകല വചനോട് പറയുന്നു, മലയാളത്തിൽ നിന്ന് വായിച്ചേക്കാം. യെരമ്യാ 33:3. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നീ അറിയാതെ മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. മഹത്വമുള്ളതും അഗോചരമായ കാര്യങ്ങളും നിന്നെ ഞാൻ അറിയിപ്പിക്കും. I'll tell you about mighty things, about remarkable things. Hallelujah. എന്ന് പറഞ്ഞാൽ അതിശയപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നിന്നോട് ഞാൻ പറഞ്ഞു തരുമെന്ന്. ഹല്ലേലൂയ. ഭയക്കുന്നതല്ല. തിരുവചനം പറയുന്ന യെരമ്യായുടെ പുസ്തകം 29 പറയുന്നു, നമ്മളെക്കുറിച്ചുള്ളത് ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം നല്ലത്. അല്ലേ? ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സകല പ്ലാൻസും നല്ലത്. ഓൾ ഓഫ് ഗോഡ്സ് പ്ലാൻസ് ഫോർ us are for our good, to give us a future and to give us hope. നമുക്ക് ഭാവി നൽകുവാനും നമുക്ക് പ്രത്യാശ നൽകുവാനും